പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി സച്ചിൻ ചേരുന്നു. സച്ചിൻ, എങ്ങനെയാണ്? വലിയ പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങളാണ് പാലക്കാടും ആലത്തൂരും. ഷമ്മി, ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങൾ ഇടതിൻ്റെ ചെങ്കോട്ട എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും LDFന് MP മാരെ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ മുൻകാലങ്ങളുടെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ തന്നെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് LDFൻ്റെ സ്ഥാനാർത്ഥികൾ ഈ ആലത്തൂർ അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലങ്ങളിൽ വിജയിക്കാറുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ CPMൻ്റെ മുതിർന്ന നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും നിലവിലെ മന്ത്രിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയനായ ഒരു വ്യക്തി കൂടിയാണ് കെ രാധാകൃഷ്ണൻ. കഴിഞ്ഞ കാലങ്ങളിലടക്കം ആലത്തൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ MP ഒന്നും ചെയ്തില്ല എന്നൊരു വിമർശനം വലിയ രീതിയിൽ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ നിലവിൽ ചെറിയ രീതിയിൽ ആലത്തൂർ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും വിജയത്തെ ബാധിക്കില്ല എന്നൊരു കൃത്യമായ കണക്കുകൂട്ടലിലാണ് LDF. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലും കൃത്യമായ കണക്കുകൂട്ടലിൽ LDFന് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊരു പ്രാഥമിക കണക്കുകൂട്ടൽ നിലവിൽ LDFൻ്റെ കയ്യിലുണ്ട്. A വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ രാജ്യസഭയിലെ ലോക്സഭയിലെ നേതാവാകാൻ പോകുന്ന വ്യക്തി കൂടെ എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് A വിജയരാഘവൻ. അതുപോലെ തന്നെ കൃത്യമായ ഒരു മുൻതൂക്കം LDFൻ്റെ പ്രചരണത്തിലടക്കം ഇരു മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളിലും അതുപോലെ തന്നെ ഏറ്റവും അടിത്തട്ടിലുള്ള വോട്ടുകൾ വരെ കേന്ദ്രീകരിക്കാൻ LDFന് കൃത്യമായി സാധിച്ചിട്ടുണ്ട്. നിലവിൽ നാളെ രാവിലെ വോട്ടെണ്ണൽ സമയം തുടക്കം മുതൽ തന്നെ പാലക്കാടിൻ്റെ ആലത്തൂരിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം LDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണുക എന്ന പ്രത്യേകത കൂടെയുണ്ട്. സച്ചിന് ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു എക്സിറ്റ് പോളിൽ പാലക്കാട് വിജയിക്കും, അതുപോലെ തന്നെ ആലത്തൂരും നല്ല മുൻതൂക്കം ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നിവൃത്തിയില്ലാതെ പറഞ്ഞതായിരിക്കാം. എന്തായാലും വളരെ വലിയ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും എന്നുള്ള വലിയ ശുഭപ്രതീക്ഷയിലാണ് ഇടതുപക്ഷ നേതൃത്വമെന്നാണ് സച്ചിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.